ഹലോ, ടിപ്സ് ആൻഡ് ട്രെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡും ബിസ്ക്കറ്റും ബനാനയും വെച്ച് നമുക്കിന്നൊരു വെറൈറ്റി പുഡിംഗ് ഉണ്ടാക്കിയാലോ? ആദ്യമായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ലെയർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 പീസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് പൊടിക്കാൻ പോകുന്നത്. കണ്ടോ, ഇവിടെ ബ്രെഡ് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഏലക്ക പൊടിച്ചെടുക്കണം. ഞാനൊരു 5 ഏലക്ക തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഏലക്ക തന്നെ മിക്സിക്കകത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ജാതിക്കയാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ ഉണങ്ങിയ ജാതിക്ക, അതിൻ്റെ പുറത്തെ തൊണ്ട് കളഞ്ഞ് അതിൻ്റെ അകത്തെ പരിപ്പ് മാത്രം എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊടിച്ചെടുക്കുവാണ്. ഞാനിതിന് ഗ്രേറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് മിക്സിയുടെ ആവശ്യമില്ല. അടുത്തായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ നമ്മൾ ഏലക്ക ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ജാതിക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് 2 നുള്ള് ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്ന് നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് പാല് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. മിക്സ് ചെയ്ത് നോക്കിയപ്പം ഇതിൻ്റെ അകത്തൊരു ഇച്ചിരി പാലിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുവാണ്. പാലിൻ്റെ അളവ് കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ലെയർ ഉണ്ടാക്കാനുള്ള പാത്രം ഗ്രീസ് ചെയ്തെടുക്കാം. അതിനായിട്ട് നെയ്യ് ഉപയോഗിച്ച് അത് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബേസ് ലെയർ ആയിട്ട് വെക്കേണ്ട കാരമൽ ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെക്കുക. അതിലേക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു കുറച്ച് സമയം എടുക്കും അതൊന്ന് കാരമലൈസ് ചെയ്ത് വരാൻ. നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വരുന്നോടം വരെ ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരമൽ ബേസിൽ കടിച്ച് നിൽക്കണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ സ്റ്റൗവിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാവുള്ളൂ. കാരമൽ പാത്രത്തിൽ നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡും പാലും കൂടെ കൂടിയ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. വേവിക്കാൻ വെക്കുമ്പോൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. അല്ലെങ്കിൽ അതിന് മുകളിൽ വെള്ളം ചാടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഇത് വെക്കുക. 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് അത് വെന്തോന്ന് നോക്കുക. ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ടാണ് വരുന്നെങ്കിൽ നമ്മുടെ പുഡിങ് വെന്തെന്നാണ് അർത്ഥം. അത് നമുക്ക് എടുത്തു മാറ്റാം. ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ അടുത്ത ലെയർ ചെറുപഴം നന്നായിട്ട് നല്ല കട്ടിയിൽ അരിഞ്ഞെടുക്കുക. നമുക്ക് നേന്ത്രപ്പഴം, അതായത് നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. ഞാൻ അതിനായിട്ട് 200 ഗ്രാം ഗ്ലൂക്കോസ് ബിസ്ക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഗ്ലൂക്കോസ് ബിസ്ക്കറ്റാണ് ഇഷ്ടം. ഇനി നമുക്ക് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഏത് ഫ്ലേവർ ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബിസ്ക്കറ്റ് എല്ലാം ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ആഡ് ചെയ്യണം. ആദ്യമേ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ നെയ്യുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്.
മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് ചുരുട്ടി പിടിച്ച് നോക്കുക. ചുരുട്ടി പിടിച്ചിട്ട് കൈ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് താഴോട്ട് പോയില്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ലെയർ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു ലെയർ പഴമേ വെക്കുന്നുള്ളൂ. 2 ലെയർ വേണ്ടവർക്ക് ഒരു ലെയറും കൂടി ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഗ്യാപ്പൊന്നും വരാതെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ബിസ്ക്കറ്റ് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കത് ഫ്രീസറിൽ വെക്കണം. 1 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് പുറത്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. 1 മണിക്കൂറിന് ശേഷം അത് ഫ്രിഡ്ജിൻ്റെ നോർമൽ കൂളിങ്ങിലേക്ക് മാറ്റി വയ്ക്കുക. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് എടുത്ത് സെർവ് ചെയ്യാം. ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു തിൻ ഫിലിം വെച്ച് ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. വേറെ സ്മെല്ലൊന്നും പുഡിങ്ങിലേക്ക് പതാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.